ഭയങ്കര ഹാർഡ് വർക്കിംഗ്. Oh my god, No, I am the most luckiest husband. കാരണം ഞാൻ മെറീൻ്റെ അടുത്തായിരുന്നു പറയുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക്. She's very hard working. അപ്പൊ ഞാൻ എണീറ്റില്ല. അപ്പൊ ഇവൻ അത് കണ്ടിട്ട് ഓടി വന്നിട്ട് കാറിൽ ഒറ്റ ഒരു പുഷ് ചെയ്തു. വലിയ കാര്യം മെറീനെ മാനേജ് ചെയ്യാം. മെറിക്ക് ഒരു കേടുപാടും കൂടാതെ ഇങ്ങനെ ഒരു കോഹിന്നൂറിനെ പോലെ ഇങ്ങനെ കൊണ്ടുപോകാം. മെറി ഒരു ദിവസം രാവിലെ എണീക്കണമെങ്കിൽ മെറിക്ക് പക്ഷെ അത് വിശ്വസിക്കില്ല. നമ്മളെ ഫസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് 7,000 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് സംശയം ഇനി വേറെ ഷോപ്പിൽ നിന്ന് എങ്ങനെ വരുന്നതാണോ വേറെ ഷോപ്പ് നമ്മളെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണോ. അവൾ എന്റെ കൈ പിടിച്ചിട്ട് വീട്ടിലെത്തുന്നവരെ ഇങ്ങനെയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും കാറ് വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ പ്രൗഡ് ഹസ്ബൻഡായിട്ട് ഇങ്ങനെ ഇരിക്കും. വൈഫ് ഡ്രൈവ് ചെയ്യുന്നൊക്കെ നോക്കി വൈഫ് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. കല്ലുമ്മക്കായ ഇല്ലേ, കല്ലുമ്മക്കായ അല്ല അതിങ്ങനെ ഇങ്ങനെ പകുതി പൊളത്തി കണ്ണൂരുള്ള ആൾക്കാര് കല്യാണത്തിന് പോകുന്നതിന് മുന്നാടി എന്നാ ബിരിയാണിയാ, ബിരിയാണി ആണെങ്കിൽ പോകും. ചോറാ എന്താ ഞാൻ പൈസ കൊടുക്കാം. ബിരിയാണി ഉണ്ടെങ്കിൽ IT എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതാണ് എനിക്ക് ആ പ്രൊഫഷൻ ഇപ്പോഴും എന്നോട് ചോദിക്കരുത്. റിസൈൻ ചെയ്യിപ്പിച്ചതാ. മുഹൂർത്തം തെറ്റിട്ടാ താലി കിട്ടിയത്. അതായിരുന്നു നല്ല മുഹൂർത്തം. അതാണ് ഞാൻ 9 to 6 വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയിരുന്നു. സാരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത. നമ്മള് പാഞ്ചാലിന്റെ ഒരു സാരി എനിക്ക് അയക്കുന്നത്. നെക്സ്റ്റ് ഇന്റർവ്യൂ എടുക്കാൻ പാഞ്ചാലി കൊടുത്തിട്ട് പാഞ്ചാലിന്റെ പ്രൗഢിയോടുകൂടി ഇൻഫ്ലുവൻസേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് വരില്ലേ, അതെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലൈക്ക് നമുക്കൊരു പ്രൈവസിയിലേക്ക് വരുന്ന ഒരു ചില ക്രൗഡിലൊക്കെ പോയാൽ ഇങ്ങനെ നിൽക്കും. അതെന്താ ആരും നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോയത്. പക്ഷേ ഇല്ല, എനിക്ക് എത്ര ആള് വന്നാലും ഇപ്പൊ ഒരു 10 മണിക്കൂർ നിന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് കൊടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൾക്കാർ ചോദിക്കും ഇവന് ജാട, അങ്ങനെ ഒരിക്കലും ഇല്ല. ആര് വന്നാലും ഒരു പ്രാവശ്യം പണി കിട്ടിയ, ഒന്നല്ല 2 പ്രാവശ്യം പണി കിട്ടിയല്ലേ. കോഴിക്കോട് കത്തി കുത്താൻ വന്നത്. അത് നമ്മളൊരു സീക്കേരളത്തിന്റെ നമ്മള് ആക്ച്വലി ലേറ്റ് ആയിട്ട് വരുമായിരുന്നു. കൊച്ചിയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മള് കണ്ണൂരേക്ക് നമ്മൾ എപ്പോഴും ലേറ്റ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യല്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെ ഹൈവേൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഒരു ദിവസം കണ്ട റോഡല്ല പിറ്റേ ദിവസം. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വരാണ്. വടകര എത്തി നമ്മൾ. അപ്പം ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് കാറ് നിർത്തി. അപ്പോൾ എപ്പോഴും നമ്മളെ കൂടെ ബ്രദർ ഉണ്ടാവും. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ അവൻ എപ്പോഴും നമ്മളെ കൂടെ വരല്. അപ്പം അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് കാറ് നിർത്തി. ഞാൻ കാറിൽ തന്നെ കിടന്നു, എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഞാൻ സെൻട്രൽ ലോക്ക് ഇട്ടു. ഇവർ രണ്ടാളും പോയിട്ട് ചായ കുടിച്ചു. ചായ കുടിച്ച് തിരിച്ചു വരുമ്പം ബൈക്കിൽ രണ്ടാൾക്കാർ വന്നു. അപ്പം അതിലുള്ള ഒരു ആള് മിത്തുവേട്ടനെ അറിയാം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ചങ്ങായി അങ്ങ് പോയി. പക്ഷെ രണ്ടാമത്തെ ഒരു ചങ്ങായി ഒരു ഭയങ്കര റോങ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇവൻ മറ്റേതാണ്, ഇവൻ സ്റ്റഫാണ് എന്നൊക്കെ പറഞ്ഞ് മിത്തുവേട്ടനെ ഇങ്ങനെ എന്തൊക്കെയോ കമന്റ് അടിക്കാൻ തുടങ്ങി. പക്ഷെ റിയാക്ട് ചെയ്യാണ്ട് അങ്ങ് വിട്ട് ഇവര് തിരിച്ചു വന്ന് ഡോറ് ലോക്കാണല്ലോ കാറിൻ്റെത്. അപ്പൊ ഇവര് ഇതിങ്ങനെ എന്നെ മുട്ടി. ഞാൻ ഉറങ്ങിപ്പോയി ഉള്ളത്. 2 പ്രാവശ്യം മുട്ടിയപ്പോൾ ഞാൻ എണീറ്റില്ല. അപ്പൊ ഇവനത് കണ്ടിട്ട് ഓടി വന്നിട്ട് കാറിന് ഒറ്റ ഒരു പുഷ് ചെയ്തു, അടിച്ചു. കാർ ഇങ്ങനെ കുലുങ്ങി ഷേക്കായി. എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്കും മനസ്സിലാകുന്നില്ല, നമുക്കും മനസ്സിലാകുന്നില്ല. എനിക്കും മനസ്സിലാകും. ഞാൻ എപ്പോഴും ഷോക്കായി എണീച്ചപ്പോ ഇതാണ് കാണുന്നത്. ഇവൻ ഒരാൾ വന്നിങ്ങനെ കുത്തി കാറിങ്ങനെ ഷേക്കാന്ന്. അവനൊരു മാതിരി. അപ്പം അപ്പു നമ്മളെ കൂടെ ഉണ്ടായ ബ്രദർ അപ്പു പറഞ്ഞു, എന്താ നിങ്ങൾ എന്തിനാ വന്ന് കുത്തിയെന്ന് ചോദിച്ചു. അപ്പം അവന് നിങ്ങളും വിളിച്ചിട്ട് എണീറ്റില്ലല്ലോ ആള്, അതുകൊണ്ടാണ് ഞാൻ വന്ന് മുട്ടിയത്. അപ്പം വേണ്ട. അപ്പം നമ്മളെ ബ്രദേഴ്സ് ഒക്കെ എന്ന് പറയുമ്പം അവർക്കൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെ നീ എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നപ്പോ ചെറുതായിട്ടൊന്ന് വഴക്കായി. അപ്പൊ നീ എന്ത് ചെയ്യും എന്നിട്ട് ബ്രദറിന്റെ കോളർ പിടിച്ചു. മറ്റേ ചങ്ങായി കോളർ പിടിച്ചോടും ഇവൻ പുഷ് ചെയ്തു. കോളർക്ക് വന്ന് പിടിച്ചല്ലേ. അപ്പൊ അങ്ങോട്ട് പുഷ് ചെയ്ത് പാടും ഇവൻ കാലിന്റെ അടുത്തുനിന്ന് ഒരു കത്തി എടുത്തിട്ട് വന്നു.
ഇവര് രണ്ടാളും ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ടെൻഷനായി. കാരണം അതുവരെ നമ്മളൊപ്പരം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കൊലപാതകമൊക്കെ കാണുന്നില്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ അതുവരെ നമ്മളൊപ്പരം സെൽഫി എടുത്ത് എന്റെ കൂടെ സെൽഫി എടുത്ത് കുറെ ആൾക്കാർ ചായയൊക്കെ കൊടുക്കുന്നത്, ആരും ഇടപെടുന്നില്ല, ആരും ഒന്നും ചോദിച്ചില്ല, ഒന്നും നോക്കിയില്ല. എന്നിട്ട് രാത്രി ഒരു 9:30 10 o'clock 11 o'clock ഒക്കെ ആയി. ആ ഒരു ടൈമാ. അപ്പം ഇവൻ ഭയങ്കര തെറിയൊക്കെ വിളിച്ചു. അപ്പൊ എൻ്റെ കൂടെ അവന്റെ കൂടെയുള്ള ഒരു ബ്രദർ, ഒരു ബ്രോ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബ്രോ എന്താ ഇവനെ പിടിച്ചു വെക്കിയത്, പിടിച്ചു. ആ വെള്ളം അടിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു ഡ്രഗ്സ് ഒക്കെ എന്താ അടിച്ചിട്ടായിരിക്കും. ഭയങ്കര ഒരു വിറയിലുണ്ടൊക്കെ, കണ്ണൊക്കെ ചോന്നിട്ടാ, കാണുമ്പോൾ തന്നെ ഒരു ടെറർ ലുക്കാ. അപ്പൊ ഇതിന്റെ വലിയൊരു ബൂട്ട്സിന്റെ ഇവിടെ നിന്ന് ഒരു കത്തിയും എടുത്ത്, ഇത്ര നല്ല കത്തി എടുത്ത് അനിയന്റെ നേരെ ഇങ്ങനെ കുത്താൻ പോയി. ഞാൻ മറ്റേ ബ്രോനോട് പറഞ്ഞു ബ്രോ ഒന്ന് പിടിച്ചു വെക്ക, എന്താ ഇതൊക്കെ. അപ്പൊ അവൻ വന്ന് ഓടി വന്ന് അവനിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു നിങ്ങൾ കാറിൽ കയറി പോടുന്ന. അപ്പോഴത്തേക്ക് ഇവർ കാറ് തുറന്ന് കാറിൽ കയറി, കാറ് റിവേഴ്സ് എടുത്തിട്ടാണ് ഇനി മെയിൻ റോഡിലേക്ക് വരാൻ. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇവൻ കാറിന്റെ മുന്നിൽ അല്ല ഏറ്റവും വലിയ വിറ്റ് ഈ പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടി കാറിൽ കയറി ലോക്ക് ചെയ്ത് സ്റ്റാർട്ടാകാതെ കാർ ഓഫായി പോയി. സിനിമയിലൊക്കെ കാണുന്ന പോലെ. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി. എന്നിട്ട് ഇവരിങ്ങനെ റിവേഴ്സ് എടുത്ത് ലാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടായി റിവേഴ്സ് എടുത്ത് മുന്നിൽ വന്നു നിന്നു. അല്ല അവൻ പിന്നെ അവനെ കുതറി അവനെ തെറിപ്പിച്ച് അവൻ ഓടി വന്ന് പിന്നെ കാറിന് അത് മാത്രല്ല, നമ്മള് കാറ് ഡോറ് അടച്ചു, സെൻട്രൽ ലോക്ക് ഇട്ടുപാടി ഇവൻ വന്നിട്ട് 2 പ്രാവശ്യം ചവിട്ടി നമ്മളെ ഗ്ലാസ്. ഭയങ്കര വയലന്റ് ആയി. നമ്മളാകെ ടെൻഷനായി, കാരണം ഒന്നും പറ്റില്ല. അല്ല ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പൊ തന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ സമേതന്റെ ഓണർ, അവനെ വിളിച്ചിട്ട് മിഥുനെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യുന്നത്. അവനെ ഒന്നും നോക്കണം, പെട്ടെന്ന് നമ്മൾ വിട്ടോ, തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ, ഞാൻ എസ്ഐനെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ധൈര്യം. എന്നാലും ഇവളെ ഒരു പെട്ടെന്ന് ഇവൾ പാനിക്കായി, ഇവക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ കാര്യമൊക്കെ. ഞാനും ടെൻഷനായി. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആക്ച്വലി റിയാക്ട് ചെയ്യാണ്ട് വരും. എല്ലാവരും വരെ റിയാക്ട് ചെയ്യണം, നമുക്ക് റിയാക്ട് ചെയ്യാൻ നമ്മളെ കൂടെ ഇല്ല. എന്നിട്ട് നമ്മള് കയറി, ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അവനെ ഇടിച്ചാലും കുഴപ്പമില്ല, കാരണം അവൻ ഇങ്ങനെയൊക്കെ ഇവളെന്താ ചെയ്ത് നമ്മളെന്താ ചെയ്താലോ. അപ്പൊ അവൻ ഓടി വന്ന് വീണ്ടും ഇടിച്ച് നമ്മളെ ഗ്ലാസ് ഒക്കെ പൊട്ടി. ഞാൻ പറഞ്ഞു അവൻ തട്ടിയാലും കുഴപ്പമില്ല, ഇനി അടുത്ത ബാക്കി നമുക്ക് നോക്കാം. അനിയൻ പെട്ടെന്ന് കാറ് എടുത്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു ഫോളോ ചെയ്താലോ, പക്ഷെ അവന്റെ കൂടെയുള്ള ആൾക്കാർ ചേട്ടാ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ 2 ആൾക്കാർ ഉണ്ടായിന്. അവര് പറഞ്ഞു ആരും വന്നില്ല. അതാണ് ഏറ്റവും ഷോക്കിങ്. പക്ഷെ അത് ഇപ്പൊ അങ്ങനത്തെ ആർക്കും ഇടപെടാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അവര് വന്ന് റിയാക്ട് ചെയ്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അങ്ങനെയാണ് നാട് അങ്ങനെ ആയി. അവനെ കണ്ടാൽ ആരും അവനെ രക്ഷിക്കാൻ പറ്റില്ല, കാരണം അവൻ അത്രയും വയലന്റ് ആയി. ചെറിയൊരു കാര്യം അവൻ വിളിച്ച തെറിയൊക്കെ ഞാൻ ജന്മത്തിൽ കേട്ടിട്ടില്ല. ഞാൻ ഒന്നാമത് തെറി വിളിക്കാത്ത ഒരാളാ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ആകെ ടെൻഷനായി. ഇവളുടെ കളി കണ്ടിട്ട് ഇവള് അവിടുന്ന് എനിക്കൊന്ന് മലപ്പുറം കോഴിക്കോട് ഒരു ബോർഡർ അല്ലേ അത്, അവിടുന്ന് വീട് വരെ ഇവള് പേടിച്ചിട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവള് ഷോക്കായി പോയി. ഈ ഫ്രീസ് ആവുന്ന പറയില്ലേ, അവള് എന്റെ കൈ പിടിച്ചിട്ട് വീട്ടിലെത്തുന്നവരെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പേടിച്ച് ഇതൊക്കെ കേൾക്കുന്നുള്ളൂ. നമുക്ക് നേരെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എനിക്ക് അന്നേരം മനസ്സിലാവുന്നത്, നമ്മൾ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്ക് റിയാക്ട് ചെയ്യാൻ ആക്ച്വലി പറ്റുന്നില്ല. അത് ആക്ച്വലി ബ്രേക്ക് ചെയ്യണം. റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. ഓടി രക്ഷപ്പെടേണ്ട ആ ഒരു സാധനം വരണം. അവർക്ക് നഷ്ടപ്പെടാൻ ഞാൻ ആകെ പാനിക് ആയി പോയി. പിന്നെ ബ്രദർ ഉള്ളപ്പോ, ബ്രദറും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി സേഫ് ആയി. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ എത്ര ന്യൂസ് കാണുന്നുണ്ട്. എവിടെയോ ഏതോ കടയിൽ പോയിട്ട് ബീഫ് ചോദിച്ച് ബീഫ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കുത്തിക്കൊന്ന ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ യങ്സ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ അവൻ നെക്സ്റ്റ് ഡേ എല്ലാം ബോധം വന്ന് അവൻ തന്നെ വിചാരിക്കണം ഞാൻ എന്താ ചെയ്തിട്ടുണ്ടല്ലോ. അവർക്ക് അറിയുന്നില്ല. അങ്ങനെയല്ല അച്ഛൻ അമ്മേനെ കൊന്നു. അതിനുശേഷം നമ്മൾ നൈറ്റ് ട്രാവൽ നിർത്തി. കാരണം സേഫ് അല്ല, സത്യം പറഞ്ഞാൽ സേഫ് അല്ല. ഇനി അഥവാ ചെയ്താൽ നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്യലില്ല. കുറച്ച് റഷ് ആയിട്ടുള്ള നല്ല ഹോട്ടൽ കണ്ടാൽ മാത്രമേ നമ്മൾ ഇതുപോലെ തട്ടുകടയിൽ പോവാ, അങ്ങനത്തെ ഒന്നും നമ്മളിപ്പോ ചെയ്യാറില്ല, പേടിച്ചിട്ടാ. അങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ ഇപ്പൊ. ശരിയാ. പിന്നെ എന്റെ നമ്മളെ ദീപോട്ടനൊക്കെ ഉണ്ട്, അവരൊക്കെ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ലേറ്റ് ആയിട്ട് വീട്ടിൽ വരും പോവൊക്കെ ചെയ്യും. അവരെപ്പോഴും കാറിലൊരു വലിയ വടി വെക്കും. കാരണം അവര് മോസ്റ്റ്ലി അവര് കൂർഗിലൊക്കെ പോയിട്ടാണ് ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോ ഇതുപോലെ നിങ്ങൾ കാണാറില്ലേ ബാംഗ്ലൂർ ഹൈവേ അങ്ങനെയൊക്കെ
ആൾക്കാർ വരുന്നത്. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് വെക്കുന്നത് ഇതൊക്കെ സെൽഫ് പ്രൊട്ടക്ഷൻ ആവശ്യം സത്യം. പോലീസ് ചിലപ്പോൾ ചെക്കിംഗ് കണ്ട് ചോദിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നതെന്നൊക്കെ ചോദിക്കും. ആക്ച്വലി സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതാണ്. ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നില്ലേ കുറച്ച് നാള്? എത്ര നാളുണ്ടായിരുന്നു അവിടെ? ഓൾമോസ്റ്റ് 20 years ഉണ്ടായിരുന്നു. ഞാനൊരു 9 years ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്യായിരുന്നു. എന്ത് വർക്ക് ആയിരുന്നു? ഞാൻ IT എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പ്രൊഫഷൻ ഇപ്പോഴും എന്നോട് ചോദിക്കരുത്. ഞാൻ മെറീനെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചതാ. എന്ത് പാട് വിട്ടിട്ടാ. കാരണം എല്ലാം കൂടി നടക്കില്ല. മിലിയോ വന്നതിന് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. എനിക്ക് നമ്മള് കേരളത്തിൽ പ്രോഗ്രാം ചെയ്യുമ്പം മെറി വർക്ക് ചെയ്യും, വന്നിട്ട് സ്റ്റേജ് മേലിരിക്കും, അത് പെർഫോം ചെയ്യും, വീണ്ടും വർക്ക് ചെയ്യും, അങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ആയിരുന്നു അത്. പിന്നെ എനിക്ക് ഞാൻ ബാംഗ്ലൂർ പോകുന്നോ വരുമ്പോ ഞാൻ കരയാതെ വന്നിട്ടില്ല. സത്യ ബാംഗ്ലൂർ പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇപ്പൊ തുടങ്ങുമല്ലോ കരഞ്ഞ ഞാൻ മൂഡ് മൊത്തം പോയല്ലോ. അപ്പൊ ഇങ്ങനെ റോഡൊക്കെ കടപ്പ് ഇവക്ക് നൊസ്റ്റു അടിക്കും. അപ്പൊ തുടങ്ങും, പിന്നെ പെട്ടെന്ന് കരയും. താമസിച്ചതോ ഇന്ദിരാനഗർ, ഏറ്റവും വൈബിളുള്ള ഒരു പ്ലേസ്. കൊറോണ ടൈമില്, കോവിഡിന്റെ സമയത്ത് ഓൾമോസ്റ്റ് 5 years ആയി നമ്മള് നാട്ടില്. പോവാറുണ്ടോ ബാംഗ്ലൂർ എപ്പോഴും? നമ്മൾ എല്ലാ വർഷവും 2-3 പ്രാവശ്യം പോയിട്ട് വരും. അടുത്ത് പോയിട്ട് എപ്പോഴും പോയത് നമ്മള് നവംബറിലോ ദീപാവലി സമയത്ത് പോയിട്ട്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, രഞ്ജിത്ത് ജ്യോതി പറഞ്ഞിട്ട്. അവരടുത്താ പോയി നോക്കാം. അവന് നേരത്തെ പറഞ്ഞില്ലേ ബ്രദറിനെ പോലെയാണ്. അപ്പൊ അവന് ഇടക്കിടക്ക് വിളിക്കും. അവൻ വിളിക്കുമ്പോ എനിക്ക് ടെൻഷനാ, ഇവർക്ക് അപ്പൊ പോകേണ്ടി വരും. പക്ഷെ ഇപ്പൊ അവിടേക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പോസിബിൾ ആണോ? നിരയല്ലേ ഡ്രൈവ് ചെയ്യുന്നത്? എനിക്ക് കുഴപ്പമില്ല. ഞാൻ മുന്നിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ ജോലി എടുക്കും, അവള് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർ ഇപ്പൊ കുഴപ്പമില്ല, ഹൈവേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തും. ബാംഗ്ലൂർക്കൊക്കെ പോവും ഡ്രൈവ് ചെയ്ത്. ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യും. ഞാൻ അവൾക്ക് എന്തെങ്കിലും കാറ് വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ പ്രൗഡ് ഹസ്ബൻഡായിട്ട് ഇങ്ങനെ ഇരിക്കും, വൈഫ് ഡ്രൈവ് ചെയ്യുന്നൊക്കെ നോക്കി സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇടക്കിടക്ക് എന്റെ അമ്മ എനിക്ക് പേടി, ഇവളിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോ സ്പീഡ് പേടിയാണോന്നൊക്കെ. ഇവള് ഞാൻ അങ്ങനെ സേഫ് ആയിട്ടേ ചെയ്യാറുള്ളൂ. ഈ 9 to 6 ജോബിൽ നിന്ന് ഇത്രയും ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ജോബ് വരുമ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം എന്താ? അതാണ്, ഞാൻ 9 to 6 വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയിരുന്നു. സാറ്റർഡേ സൺഡേ, പിന്നെ അല്ലാത്ത സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫ്. ഞാൻ MNCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അല്ലാതെ പബ്ലിക് ഹോളിഡേയ്സ് എനിക്ക് ഓഫാണ്. എനിക്ക് വേണ്ട നേരം എനിക്ക് മെഡിക്കൽ ലീവ് എടുക്കാം, അല്ലാത്ത ലീവ് എടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ജോബ്, കംഫർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബെറ്റർ സാലറി ഓപ്ഷൻ എല്ലാം ഉള്ള ഒരു ജോബ്. ബെറ്റർ സാലറി എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് എനിക്കത് വളരെ വലിയ സാലറി ആയിരുന്നു. ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഓഫ് കോഴ്സ് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാധനത്തിൽ മിത്തോട്ടൻ ഇപ്പം എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ യു ആർ നോട്ട് ഓർഗനൈസ്ഡ് എന്ന്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അതൊക്കെ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു, എൻ്റെ ക്ലീനിങ്ങും എൻ്റെ അല്ലാത്ത കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ആക്ച്വലി എൻ്റെ കാര്യം നോക്കി എനിക്ക് സമയമില്ല. ഇങ്ങനെ ഞാൻ കണ്ടുപിടിക്കണം. പ്ലസ് മിലിയോ ഓൾസോ ദേ. എനിക്ക് മിലിയോന്റെ കാര്യം ആദ്യം ചെയ്തിട്ടാണ് എൻ്റെ കാര്യം ഞാൻ പ്ലസ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഇടയ്ക്ക് സുർമിയച്ചിനോടൊക്കെ പറയും, ഒരു ദിവസം 48 hours ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇപ്പൊ 48 hours ആണെങ്കിൽ അതിനകത്ത് 47 hours മെരി ക്ലീനിങ് ചെയ്യും. പിന്നെ ഇപ്പൊ ക്ലീനിങ് ഫോബിയാണ് എനിക്ക്. ഇപ്പൊ വീട്ടിൽ വരരുത്, കാരണം എനിക്ക് അതിനൊന്നും സമയമില്ല. അപ്പോൾ ഇതിങ്ങനെ മെസ്സായി കിടക്കുന്ന കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എല്ലാ സാരിയും സ്റ്റോക്കൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ മുകളിൽ വെക്കാറുണ്ട്. പിന്നെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഷിഫ്റ്റിംഗ് ടൈം കൂടിയാണ്, ഹൗസ് വാമിങ് ആയതുകൊണ്ട്. അപ്പം ഫുള്ള് മെസ്സി ആയിട്ടാണ് വീടുള്ളത്. അപ്പൊ അത് തന്നെ എൻ്റെ മൈൻഡിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. Oh my God, No, I am the most luckiest husband. കാരണം ഞാൻ മെറീൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലേ ഇടക്കിടക്ക്, ഞാൻ പറയാറുണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഹൗ ഇറ്റ്സ് പോസിബിൾ, ബിക്കോസ് ഒരു ദിവസം 3-4 സാരി മാറ്റുക, ജസ്റ്റ് മാറ്റലല്ല, അതിൻ്റെ കംപ്ലീറ്റ് നമ്മളൊരു സാരി ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് മാക്സിമം ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ചെയ്യും. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും, അവർ വന്ന് കംപ്ലീറ്റ് മേക്കപ്പ് ഒരു 2 hours ഒക്കെ ആവും, ഈ ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്ത്. ആൻഡ് ദെൻ ഹെവി ജ്വല്ലറീസ് ഇട്ട് ജഡ അതൊക്കെ വെച്ച്
പ്ലസ് ഈ ടൈപ്പിലുള്ള സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് ആൻഡ് ദെൻ അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത് ആൻഡ് ദെൻ വീട്ടിൽ വന്നിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഷീ മാനേജ് ഹെർ വർക്ക്ഔട്ട്സ്, ഷീ മാനേജ് ഹെർ കീഡ്, ഈ സാരീസ് ആൻഡ് ദെൻ എഡിറ്റിംഗ്, പ്രൊഫഷണൽ എഡിറ്റ്സ് കംപ്ലീറ്റ്ലി മിറിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈവൻ ബ്രാൻഡഡ് ഷൂട്ട്സ് ചെയ്യുന്നത്, നമ്മൾ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല മിറിയ ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ബെസ്റ്റ് തിങ് ഞാൻ പറയാം. ഏറ്റവും വലിയ കാര്യം മെറീനെ മാനേജ് ചെയ്യാം. മെറിക്ക് ഒരു കേടുപാടും കൂടാതെ ഇങ്ങനെ ഒരു കോഹിന്നൂറിനെ പോലെ ഇങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ഒട്ടും അലോ ചെയ്യാത്ത ഒരു കാര്യം, ഒരു സാഡ് ന്യൂസ്, ഒരു നെഗറ്റീവ് ന്യൂസ് ഒന്നും അവർക്ക് ഏൽക്കാതെ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കാം. അപ്പൊ ഞാൻ മെറീനോട് പറയും, ഇഫ് എനിത്തിങ്, ഇപ്പൊ വീടിന്റെ കാര്യം, ചെറിയ കാര്യം മതി മെറിക്ക് ടെൻഷൻ അടിക്കാം. ഞാൻ പറയും, മെറി ഡോണ്ട് ടേക്ക് ടെൻഷൻ, ഐ എം ദേർ. അതൊന്നും നീ ചിന്തിക്കണ്ട, നീ അതൊന്നും നോക്കണ്ട, ഐ എം ദേർ, ഞാൻ അങ്ങനെയാണ്. അപ്പൊ അവളെ എന്ന് എഫക്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു ബബിളിന്റെ ഉള്ളിൽ വെക്കാറുണ്ട്. കാരണം എന്നാലേ ബാക്കി എല്ലാ കാര്യം അവള് റിലാക്സ് ആയിട്ട് ചെയ്യട്ടെ, ബാക്കിയെല്ലാം ചെയ്യുള്ളൂ. എന്റെ അടുത്ത് അറിയാം, അല്ല എന്റെ അടുത്ത് അറിയാം, നീ വീട്ടിന്റെ കാര്യം ഒന്നും ചിന്തിക്കരുതേ പ്ലീസ്, ഞാൻ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഇനി ഒന്നും അതിനെ പൈസ ഒന്നും ചിന്തിക്കരുത്. അപ്പൊ ഞാൻ പറയും ഓക്കെ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ ഒരാളിങ്ങനെ എന്നാലും നമ്മളെ വീട്ടിൽ ഞാൻ വേണം തിരിച്ച് സമാധാനിപ്പിക്കാൻ. ഇത്തേട്ടാ അങ്ങനെയൊന്നും ചിന്തിക്കട്ടെ, എവരിതിങ് വിൽ ബി ഓക്കേ. അങ്ങോട്ടും ഇങ്ങോട്ടും അതങ്ങനെയാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പം. എനിക്കൊരു വിഷമം വരുമ്പോ ആളുണ്ട്, ആൾക്കൊരു വിഷമം വരുമ്പോ ഞാനുണ്ട്, അത്ര തന്നെ. ഇതാണ് നിങ്ങളുടെ ഒരു വർക്ക് പാറ്റേൺ. സക്സസ്ഫുൾ ഇതുവരെ നമ്മള് ലോ ആയിട്ടില്ല. ഒരാള് ലോ ആവുമ്പോ ഒരാളുണ്ട്, മറ്റാള് ലോ ആവുമ്പോ രണ്ടാൾ ഒരുമിച്ച് ലോ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ അത് പറയണ്ട. അത് ഞാൻ എവിടെ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടിലെ അമ്മ അച്ഛനൊക്കെ ഇങ്ങനെ തന്നെയാണോ? മിത്തോട്ടിന്റെ അമ്മ ഭയങ്കര കട്ട സപ്പോർട്ടാണ്. മെറി ഒരു ദിവസം രാവിലെ എണീക്കണമെങ്കിൽ മെറിക്ക് അമ്മായി വിശ്വസിക്കില്ല. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈവൻ ടുഡേ ഞാൻ രാവിലെ 2-3 പ്രാവശ്യം വിളിച്ചു, മെറി എണീക്കണേ, നമുക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള മോനെ അയക്കണം എന്നൊക്കെ. അപ്പൊ മെറി വെയിറ്റ് ചെയ്യാൻ എന്താ പറയാ, അമ്മ വന്ന് വാതിൽ തുറന്ന് അമ്മേനെ മെറിക്ക് കണി കാണണം. ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല. പക്ഷെങ്കില് എനിക്ക് അങ്ങനെ എന്തോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അതായത് നമ്മളിപ്പോ കണി കാണുവാന്നൊക്കെ പറയില്ലേ, രാവിലെ എണീറ്റിട്ട് വേറെ ഒരാളെ മുഖം കണ്ടാല് ചിലപ്പോ ബാഡ് ഡേ ആയിരിക്കും. അമ്മേനെ കണ്ടത് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അമ്മേനെ വിളിക്കും, മിലിയോനെ ഞാൻ വിടും, മിലിയോ അച്ഛനെ വിളിച്ചിട്ട് അവൾ അച്ഛനെ കൂട്ടിട്ട് അങ്ങനെയാ. അമ്മ വന്നിട്ട് മോളേന്ന് വിളിക്കും, അമ്മ ഇങ്ങനെ ലക്ഷ്മിനെ പോലെ നിൽക്കും. അപ്പൊ ഈ ഒരു ലക്ഷ്മി ആ ലക്ഷ്മിനെ കണ്ടിട്ട് അപ്പൊ അടിപൊളി ഡേ ആയിരിക്കുന്നത്. വന്ന് തുറക്കില്ല രാവിലെ, വീട്ടിലും അങ്ങനെയാ. നമ്മുടെ സ്റ്റാഫ് വന്നാൽ തുറക്കില്ല, ആന്റിമാർ വന്ന് ഇല്ല അങ്ങോട്ട് പോണ്ട. ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് പറയും, കാണിച്ചത് ഇന്നത്തെ കാണിച്ചു തരാന്ന് പറയും. അപ്പൊ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ ഭയങ്കര സപ്പോർട്ട്. അതാണ് ഇപ്പൊ എത്രയൊക്കെ ആയാലും ഒരു മദർ ഇൻ ലോ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു മരുമകൾക്ക് സക്സസ് ആവില്ല. അത് ഹസ്ബൻഡ് സപ്പോർട്ടും മദർ ഇൻ ലോ സപ്പോർട്ടും അത് മസ്റ്റാണ്. മദർ ഇൻ ലോ സപ്പോർട്ട്സ്, ഇൻ ലോ ഫാമിലി സപ്പോർട്ട്, അത് എനിക്ക് 110% കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ആ ഒരു സൈഡിൽ ഒരു പ്രോബ്ലം എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. അതുണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ അമ്മായിയമ്മ പോലെ മരുമകൾ പോലും ഒക്കെ, അത് ആക്ച്വലി ആ ബാലൻസ് ചെയ്യാത്തോണ്ടായിരിക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ മനസ്സിലാവാത്തോണ്ട് എല്ലാരും സ്നേഹിച്ച് കണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ അടിയുണ്ടാകുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു റെസ്പെക്ട്, ഒരു സ്നേഹം, മ്യൂച്വൽ ബോണ്ടിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടായി. ഈ അടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പം മേരി ഇപ്പൊ ഒരു അസുരത്തി ആണെങ്കിൽ ചിലപ്പോ എന്റെ അമ്മ അവിടെ തടഞ്ഞിട്ടുണ്ടാവും. എന്റെ അമ്മ ഒരു അസുരത്തി ആണെങ്കിൽ മേരി പോയിട്ടുണ്ടാവും, പാർട്ട് വൈസ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് മേരി അമ്മേനെ കെയർ ചെയ്യുന്നത്. ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാല് എന്തെങ്കിലും സാരി എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നെങ്കിലും മെറി ആദ്യം ചോദിക്കും, അമ്മക്ക് വാങ്ങണ്ടേ, അമ്മക്ക് വാങ്ങണ്ടേ. അതങ്ങനെ. അപ്പൊ രണ്ട് ബോത്ത് സൈഡ് മെറീന്റെ ഫാമിലീസ് ആയാലും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അച്ഛനൊക്കെ മിലിയൻ എല്ലാ ദിവസവും സ്കൂളിൽ
കൊണ്ടാക്കുന്നത് അച്ഛനാ, പിക്കപ്പ് ചെയ്യുന്ന ഡ്രോപ്പ് ചെയ്യുന്ന അച്ഛനാ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മിലിയോനെ നോക്കുന്നത് കംപ്ലീറ്റ്ലി മിലിയോന്റെ അച്ഛമ്മയാണ്, അമ്മയാണ്, നിരീന്റെ അമ്മയാണ്. പിന്നെ എല്ലാ കാര്യത്തിലും നമ്മള് ഒരു ബോണ്ട് ഉണ്ട്. ഗോഡ് ബ്ലസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം. രണ്ട് സൈഡിലും നമുക്ക് അത്രയും ഇത്രയും അധികം നല്ല ആൾക്കാരാൽ ഫാമിലീസിനെ കിട്ടിയ നമ്മൾ ആ ഫാമിലി വാല്യൂസിനൊക്കെ റെസ്പെക്ട് കൊടുത്ത് അവരെ എത്ര കെയർ ചെയ്യാൻ പറ്റും അത്ര കെയർ ചെയ്യാം. അത്രേ ഉള്ളൂ നമുക്കൊക്കെ. മിലിയോ ആക്ച്വലി ബ്ലെസ്ഡ് ആണ്. മിലിയോ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ദൈവത്തിനോട് നന്ദി പറഞ്ഞു. കണ്ടുവച്ചു നമുക്ക് വിളയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. എനിക്ക് എപ്പോഴും മിലിയോൻ ഇടുമ്പോൾ ഞാൻ വില ഇട്ട് കൊടുക്കും. ചെയ്യാൻ പറ്റില്ല. എന്നാ പാഞ്ചാലി വസ്ത്രം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത് ആർക്കാ നിങ്ങളിൽ? അതെ, ആക്ച്വലി നമുക്ക് തോട്ട് വന്നത് ഞാൻ ആദ്യം മുതലേ സാരി ഇടുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് നോട്ട് ചെയ്യാറുണ്ട്. നല്ല സാരി ആണല്ലോ, ചെയ്ത് എവിടെ നിന്നാണ് മേടിച്ചത്. അപ്പം നമ്മൾ ഒരുപാട് ഇൻസ്റ്റഗ്രാം കുഞ്ഞു ഓൺലൈൻ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സാരിയല്ല, പക്ഷെ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമുക്ക് പറ്റുന്ന പോലെ. അപ്പൊ അന്നേരം ആൾക്കാർ അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ അറിയാറുണ്ട്. നമ്മൾ ഹാപ്പിയാണ്. അപ്പോഴാണ് നമുക്ക് ഓക്കെ എന്നാൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തുടങ്ങിയത്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് 7,000 rupees-നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് സാരി. 2 years before 2023 മാർച്ചിലാണ് നമ്മൾ ഫസ്റ്റ് സാരി എടുക്കുന്നത്. അത് നമുക്ക് അറിയുന്ന തന്നെ ഒരു ഓൺലൈൻ ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അനു, അതെ, അനുവിനോട് കാണുന്നുണ്ട്. അനു ഒരു ബിഗ് താങ്ക്സ്. അനുവാണ് നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രേരണ തന്നത്. നമ്മൾ അങ്ങനെ സാരി മേടിച്ചു. നമുക്കൊരു ഇതൊന്നും ഇല്ലായിരുന്നു, ഹോപ്പൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ, അല്ലാണ്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്തതല്ല. പക്ഷെ ആ സാരി ഞാനൊരു വീഡിയോ ഇട്ടപ്പം കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി വിത്തിൻ 1 day. ഫുൾ സ്റ്റോക്ക് ഔട്ടായി. ഇപ്പം നമ്മൾ ആ ഒരു സാരിക്ക് പിന്നെയും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം വീണ്ടും ആ സെയിം സാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു. എന്തുകൊണ്ട് പുതിയ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ പുതിയ ഒന്ന് ചെയ്തപ്പോൾ അതും ആൾക്കാർക്ക് ഇഷ്ടമാവുന്നു. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു സാധനത്തിലേക്ക് വന്നത്. ഫുൾ ടൈം ആയിട്ട് ഈ ഒരു സാധനം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഓൺ പ്രൊഡക്ഷൻ ആണോ? അല്ല, നമ്മൾ ഡിസൈൻസ് കൊടുക്കും. ചിലതൊക്കെ ഡിസൈൻസ് റെഫറൻസ് കൊടുക്കും, സെലിബ്രിറ്റീസിന്റെ അങ്ങനത്തെ. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സും പറയും ഇങ്ങനത്തെ സാരി കൊണ്ടുവരാവോ എന്നൊക്കെ ഉള്ളത്. മെസ്സേജസ് ഒക്കെ വായിക്കും അല്ലേ? ഞാനെല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. നമ്മള് എത്ര സ്റ്റാഫ് ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മളൊരു നമുക്കൊരു ഓണർഷിപ്പ് എന്തായാലും വേണമല്ലോ. എവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. അതൊക്കെയാണ് എന്റെ ജോലി. നേരത്തെ ചോദിച്ചില്ല എന്താ ജോലി ചെയ്ത്. അതിനൊക്കെ ഭയങ്കര നമുക്ക് എത്ര നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായാലും ചില കസ്റ്റമർ ഹാൻഡ്ലിങ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ആ ഒരു സാധനം ഞാൻ നിൽക്കാറേ ഇല്ല. കാരണം എനിക്ക് പറ്റില്ല. ചില കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, ചില കസ്റ്റമേഴ്സ്. അപ്പോൾ അവരൊക്കെ ഹാൻഡിൽ ചെയ്യലും മിത്തുവേട്ടനാണ്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. എന്തോ ഒരു സാരിയുടെ എന്തോ ഒരു ഡിഫക്റ്റ് വിളിച്ച് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഭയങ്കര നൈസായിട്ടാണ് ബിഹേവ് ചെയ്തത് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ റീറ്റെയിൽ സർവീസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. വലിയ ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്ത, അത് റീജിയണൽ ഹെഡായിട്ട് വർക്ക് ചെയ്ത. അപ്പം എൻ്റെ കീഴിലൊരു 180 to 200 to 300 സ്റ്റാഫിനെ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കറിയാം എങ്ങനെ ഈ എംപ്ലോയീസിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ നമ്മൾ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യണം. അതൊക്കെ വന്നുകൊണ്ട് ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് എനിക്കിവിടെ നല്ലോണം സെറ്റപ്പ് ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് കസ്റ്റമർ സർവീസ് ഒരിക്കലും ഭയങ്കര സില്ലി ആയിട്ട് എടുക്കാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര ഫേമസ് എന്ന് പറഞ്ഞാലും, എത്ര നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, എത്ര അഫോർഡബിൾ എന്ന് പറഞ്ഞാലും അതൊന്നുമല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ കസ്റ്റമർ സർവീസും ഈ ട്രെൻഡിങ്ങും കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ ഫേമസ് ആയതുകൊണ്ട് നമ്മളെല്ലാ സാധനവും വിറ്റ് പോകണമെന്നില്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ സാരി ബിസിനസ് കൊണ്ട് തട്ടിമുട്ടി നടക്കാത്ത അത്രയും ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ബ്രാൻഡ്സാണ്. എല്ലാം നമ്മളെപ്പോലത്തെ ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന എല്ലാവരും അവരുടെ ബെസ്റ്റ് പ്രോഡക്റ്റാണല്ലോ വന്നത്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ മുകളിലൊരു ട്രസ്റ്റ്, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ അതിന് കൊടുക്കുന്ന വാല്യൂ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ആൾക്കാർക്ക് ഓൾറെഡി ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ പൊട്ടയാണ്, കാണിക്കുന്നത് വേറെ, അയക്കുന്നത് വേറെ. അതൊക്കെ കുറേയധികം സ്കാമിങ് നടക്കുന്നുണ്ട്. ഇപ്പം വലിയ ബ്രാൻഡ്സ് എടുത്ത് പറയുകയാണെങ്കിൽ കൂടി അതിൽ കൂടെ അങ്ങനെ സെല്ലേഴ്സ് വരുന്നുണ്ട്. മെറിയുടെ ഫോട്ടോസ് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം. നമ്മളെ പാഞ്ചാലിൻ്റെ ഫോട്ടോസ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, മിന്ത്ര,
ഇതൊന്നും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട നമ്മൾ എന്റെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഷൂട്ട് ചെയ്ത മെറിയുടെ ഫോട്ടോസ് എല്ലാ മേജർ പ്ലാറ്റ്ഫോമിലും. പക്ഷെ നമ്മൾ 1500 സെയിൽ ചെയ്ത സാരി അവര് 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അവർക്ക് കിട്ടുന്നത് കംപ്ലീറ്റ്ലി മാറ്റായിരിക്കും. അപ്പൊ അത് വാങ്ങിച്ചിട്ട് നമ്മളോട് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അത് ആൾക്കാർ അങ്ങനെയാണ്, നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ആ ഒരു ട്രസ്റ്റ് ആണ് അവർക്ക് പോകുന്നത്. അവരെ ആര് സെയിൽ ചെയ്യുന്നുള്ള നോക്കാം. ഈവൻ ടീച്ചർ ഇതിനിടയ്ക്ക് ഞാൻ ടീച്ചറായിട്ട് ചില സമയത്ത് നമുക്കും ഈ ഫ്രസ്ട്രേഷൻ വരുമല്ലോ. അപ്പം ചില ആൾക്കാർ വേറെ ഫേക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് ഭയങ്കര തെറി വിളിക്കുന്നതാണ്. ഇവര് വിളിക്കയില്ല, ഇവര് കമന്റ് ആണ് ഇടുന്നത്. പാഞ്ചാലി വെസ്റ്ററിന്റെ താഴെ വന്ന് ഭയങ്കര. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യും ഇത് മേടിച്ചിട്ടുണ്ടോ, എന്താണ് ജെന്യൂൻ റീസൺ ആണോ നോക്കുമ്പോൾ നമ്മളെടുക്കുന്നതായിരിക്കില്ല പർച്ചേസ് ചെയ്ത്, നമ്മളാണ് തിരിച്ചങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്, എന്തായിരുന്നു ഇഷ്യൂ. അപ്പോഴാണ് ഇത് മൊത്തം പറയുന്നത്, ഓൺലൈനിൽ വേറൊരു പേജിൽ നിന്ന് മേടിച്ചു, നിങ്ങളുടെ വീഡിയോ ആണല്ലോ, അപ്പൊ നിങ്ങളല്ലേ എന്നൊക്കെ പറയുന്നത്. നിങ്ങളല്ലേ റെസ്പോൺസിബിൾ. എത്ര മനസ്സിലാക്കാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. പാഞ്ചാലി വസ്ത്രക്ക് ഉണ്ടോ വേറെ ഫേക്ക് പേജസ്? ഇഷ്ടം പോലെ. ഞാൻ എത്ര ക്ലോസ് ചെയ്യുന്ന ഇരുന്ന് ഞാൻ ക്ലോസ് ചെയ്യിപ്പിക്കും. നമുക്ക് ആക്സസ് കിട്ടുമല്ലോ, മാക്സിമം ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇവരൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്യും, നമ്മൾ അറിയത്ത് പോലും ഇല്ല ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. കസ്റ്റമേഴ്സ് ആണ് നമുക്ക് അയച്ചിരുന്നത് നിങ്ങളുടെ പേജ്. കസ്റ്റമേഴ്സിന് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവര് ഒറിജിനൽ പേജ് കണ്ടുപിടിച്ച് വന്ന് നമ്മളെ പേജ് ആകുമ്പോൾ നമ്മളെ കോൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ മെൻഷൻ ആണ്, നമ്മളെ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ആണ്, വെബ്സൈറ്റ് ID ഉണ്ട്, എല്ലാം ഉണ്ട്, വെരിഫൈഡ് പേജ് ആണ്. എന്നിട്ടും ആൾക്കാർ കാരണം നമ്മൾ 2000 വെക്കുന്ന സാരി ചിലപ്പം 1000 രൂപ എന്ന് പറഞ്ഞിട്ട് അവർ ഫേസ്ബുക്കിൽ കൂടെ മെറ്റാ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇത് കണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ പോയി ഓർഡർ ചെയ്യും. സാധനം ഒരു 10-20 ദിവസം കഴിഞ്ഞാലും വരില്ല, വരുന്നതാണെങ്കിൽ ചിലപ്പോൾ റോങ് ആയിരിക്കും. അപ്പോൾ ഇവർ പരിധി പിടിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളടുത്ത് മേടിച്ച സാധനം ഇതുവരെ വന്നിട്ട് എന്താ റെസ്പോണ്ട് ചെയ്യാത്ത. അവർ വിളിക്കുന്ന റോങ് നമ്പറില്ല. അപ്പം നമ്മളെ കറക്റ്റ് നമ്പറിൽ വിളിച്ചാൽ നമ്മളെ കിട്ടും. ടീച്ചേഴ്സൊക്കെ അങ്ങനെയുണ്ട്. അപ്പം ഞാനൊരു ടീച്ചറോട് ഇങ്ങനെ സംസാരിച്ചു, എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് പറ്റി. നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോൾ എക്സ്പ്രസ് ഡെലിവറി ആണ് അല്ലേ? ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടും. കാരണം നമ്മളെല്ലാം ഹാൻഡ് സ്റ്റോക്ക് ആണല്ലോ. ഇപ്പൊ ഒരു 100 സാരി വന്നാൽ, ഇപ്പൊ ഈ ഒരു സാരി ഇന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്യുക, ഇവിടെ വരുന്ന വഴിക്കാണ്. അപ്പൊ ഈ സാരി ഓൾറെഡി ഒരു 50 to 60 ഉണ്ട്. അപ്പൊ ഇന്നെ തരും. അപ്പം ഇത് നമ്മൾ അതിൽ നിന്നൊരു സാരി എടുത്ത് അത് ഇന്ന് പ്രൊമോട്ട് ചെയ്തു. നമ്മൾ അതിൽ കംപ്ലീറ്റ് 60 സാരി ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. ഓർഡർ വന്ന് ഇന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. ഇപ്പം കൊച്ചി വരെയൊക്കെ ആണെങ്കിൽ ഇന്ന് ഡിസ്പാച്ച് ചെയ്ത് നാളെ കിട്ടും. മാക്സിമം 2 days കിട്ടും. നമ്മൾ 3 days എന്നാണ് പറയുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ ഡെലിവറി ഉണ്ടാകത്തില്ല, ഈ DTDC വഴിയാണ്. അപ്പം ഹോം ഡെലിവറി ഇല്ലാത്ത പിന്നെ ട്രാഫിക് ഒക്കെ കൊണ്ട് ചിലപ്പം ഡിലേ ആവും. അല്ലാതെ നെക്സ്റ്റ് 1 day 2 days സാധനം. ആക്ച്വലി നാട്ടിലൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ നമുക്ക് കൊടുക്കാം. അത് ഭയങ്കര ഈസിയാ. പല പേജസും നമ്മളെ കുറെ നാളിട്ട് ഞാൻ തന്നെ ഓൺലൈൻ ആയിട്ട് ഒരുപാട് പേജസ് ഈ സൽവാറൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് 20 days കഴിഞ്ഞാലും കിട്ടില്ല. അപ്പോഴാണ് ഞാൻ പോയി മെസ്സേജ് അയക്കുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റ് കിട്ടിയില്ലല്ലോ. മാം വി ആർ സെൻഡിങ്, അത്രേ പറയുള്ളൂ. അതൊക്കെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ കസ്റ്റമർ സർവീസ് ഒക്കെ ഭയങ്കരമാണ്. ഓൺ സ്പോട്ടാണ് നമ്മൾ മെസ്സേജ് ഒരു കസ്റ്റമർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ വിത്തിൻ 5-10 minutes നമ്മൾ റിപ്ലൈ ബാക്ക് കൊടുക്കാറുണ്ട്. അതിനാണ് നമുക്ക് സ്റ്റാഫ്, അതാണ് എപ്പോഴും ഒരു കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് പർച്ചേസിംഗ് ഓപ്ഷൻ ഉണ്ടോ? ഡയറക്റ്റ് പർച്ചേസ് ഓപ്ഷൻ ഉണ്ടല്ലേ? ഇനിയിപ്പം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ കംപ്ലീറ്റ്ലി പാഞ്ചാലിയോ? പാഞ്ചാലി എന്നീ പാഞ്ചാലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കേട്ടില്ല. പാഞ്ചാലി വസ്ത്ര എന്ന് പറയുന്നത് ആക്ച്വലി മഹാഭാരതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് പാഞ്ചാലി എന്ന് പറയുന്നത്. അപ്പൊ പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ മഹാഭാരതത്തിൽ. ശ്രീകൃഷ്ണൻ. അപ്പൊ ആ സമയത്ത് പാഞ്ചാലിക്ക് മാനം കാത്തത് ശ്രീകൃഷ്ണനാണ്. ഒരു സാരി കൊടുത്തിട്ടാണ്, അതും എൻഡ്ലെസ്, അതൊരിക്കലും എൻഡില്ല. അതുകൊണ്ടാണ് ദുശാസന് തളർന്നു വീണു പോയത്. കൃഷ്ണനാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൃഷ്ണനാണ് പാഞ്ചാലിനെ സേവ് ചെയ്യുന്നത്, ഒരു സാരി. അപ്പൊ ഒരു സ്ത്രീക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു സാരി എന്നാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത്. ഇതല്ല എന്റെ എപ്പോഴും മിത്തേട്ടനാണോ കൂടുതൽ സംസാരിക്കുക? മിത്തേട്ടനാണ് കഥകൾ പറയുമ്പോ.
അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അത് ആ വൈബാന്ന് തോന്നുന്നു കേട്ടോ. നിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, പിന്നെ ആ ഒരു കേൾക്കുന്ന നമ്മൾ എന്ത് പറയുമ്പോ അത് എക്സൈറ്റോടെ അങ്ങനെ കേൾക്കുമ്പോഴേ നമുക്കൊരു ഒരു കംഫർട്ട് ലെവൽ ഉണ്ട്. എന്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആണ് നിങ്ങള്. വെരി നൈസ്. യു വിൽ ഗോ വെരി ലോങ് വേ. മനസ്സിലായില്ല കേട്ടോ, ഞാൻ വിചാരിച്ചു യു ആർ സോ ഗുഡ്. ഇല്ല, ചില ആൾക്കാരുണ്ട് നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അവരൊരു ഈ ജോബായിട്ട് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതൊരു പാഷനോട് കൂടി അതിലൊരു ഇൻട്രസ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ബിക്കോസ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ആരും കൊടുത്തതായിരിക്കും. ജസ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ പറയുമ്പോൾ ആൻസർ ചെയ്യുമ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നാൽ ഇറ്റ്സ് ലൈക്ക് വി ആർ ടോക്കിംഗ് ടു എ സ്റ്റോൺ. ഒരു റിയാക്ഷനോ എക്സ്പ്രഷനോ ഒരു കണക്ഷനോ ഇല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് അല്ലേ. അപ്പൊ നമ്മളും ഡള്ളാകും, നമ്മളും ലോ ആകും. ഇയാൾ അങ്ങനെയല്ലല്ലോ, നമ്മള് പറയുന്നതെല്ലാം ആസ്വദിക്കുന്നു, അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. നമുക്ക് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പാഞ്ചാലി എന്നുള്ള പേര് അല്ലാതെ വേറെ പേരുകൾ എടുത്തിരുന്നോ? ഇല്ല, നമുക്ക് വേറൊരു പേര് അങ്ങനെ സജഷൻ വന്നിട്ടില്ല. പക്ഷെ ഇത്രയും ചിന്തിച്ചു. ഞാൻ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്, അതിലൊരു ഡെഫിനിഷൻ തന്നെ ഉണ്ട് എന്തുകൊണ്ട് പാഞ്ചാലി വസ്ത്ര. ആരും എൻ്റെ അടുത്ത് വെച്ചു യു ഷുഡ് ഫീൽ അഷെയിം for putting Panjali Vastra, one of the worst story in our mythology എന്നൊക്കെ. ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി അല്ലേ. ഒരു പെണ്ണിന്റെ മാനം ഒരു സഭയിൽ നിന്ന് കളയുമ്പം അത് ഭഗവാനല്ലേ രക്ഷിച്ചത്. അതും ഒരു സാരി എൻലെസ്, നിരി പറഞ്ഞ പോലെ ആ വീട് എനിക്ക് ഇഷ്ടമായി, എൻലെസ് സാരി ഒരിക്കലും തീരുന്നില്ല. അതേപോലെ സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം എന്ത് ഡ്രസ്സ് വന്നാലും സാരിക്കുള്ളൊരു പ്രയോറിറ്റി, വാല്യൂ, റെസ്പെക്ട് ഒരിക്കലും മാറില്ല. ആൻഡ് ദാറ്റ്സ് ഓൺലി വൺ ക്ലോത്ത് ഓർ എ ഡ്രസ് that you can wear it however you want and with the elegancy, elegant ആയിട്ട് നിങ്ങൾക്ക് wear ചെയ്യാൻ പറ്റും. ഏത് ഫംഗ്ഷനും അതാണ് no matter wedding party, night party, day party, birthday, anything, even for funeral you can wear a sari അല്ലേ. ആൾക്കാര് പറയുന്ന ഒരു കാര്യമാണ്, ഓ സാരി, എനിക്കിപ്പോ സാരി എടുക്കുന്ന ഇഷ്ടേയല്ല, അതൊരു ട്രെൻഡായി, ഐ ഡോണ്ട് ലൈക്ക് ടു വെയർ സാരി, ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയുന്നത് ഒരു ഫാഷൻ ആയിപ്പോയി, മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഐ ഡോണ്ട് ലൈക്ക് വെയറിങ് സാരി ആവും, അതൊരു ട്രെൻഡായില്ലേ. അധികം പറയുന്നത് ഒരു ഫാഷൻ ആയിട്ട് പറയുന്ന സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ല, സാരി കംഫർട്ടബിൾ അല്ല, വേറെ കംഫർട്ടബിൾ ഡ്രസ്സസ്. സാരി എനിക്ക് തോന്നുന്നു നല്ല കംഫർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ റെഡി ടു വെയർ സാരി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഞാൻ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, ബിക്കോസ് സാരിന്റെ ബ്യൂട്ടി അതല്ല. ഈ ഐ ഡോണ്ട് നോ ഹൗ ടു വെയർ സാരി എന്ന് പറയുന്നത് ഒരു ഫാഷനായി കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ചെയ്യില്ല. കുറെ ആൾ പറഞ്ഞിട്ടുണ്ട് സാരി എടുക്കാൻ ഭയങ്കര വലിയ പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, അത് ജസ്റ്റ് ഒരു എഫേർട്ട് എടുത്ത്. ചില ആൾക്കാർ നമ്മളിപ്പോ സാരി, നമ്മൾ അധികം സാരി കാഞ്ചീപുരം ഫോൾഡ് എന്നിട്ടൊരു ഫോൾഡ് തന്നെ ഉണ്ട്, ആ ഫോൾഡിൽ വരുന്ന അത് നിങ്ങൾ പുതിയ സാരി അല്ലെന്ന് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി ഉണ്ടാവില്ല. ഒരു സാരി കിട്ടിക്കഴിഞ്ഞാൽ അത് അയോൺ ചെയ്ത് ഒന്ന് അയോൺ ചെയ്താൽ തന്നെ ആ സാരീന്റെ ആ ഒരു ഷൈനിങ് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ ഒരുപാട് ചൂടുള്ള സാധനം കൊണ്ടുവന്നിട്ട് ആ ഒരു ക്ലോത്ത് എന്താണെന്ന് മനസ്സിലാക്കി സാരി ഇഷ്ടമുള്ള ആൾക്ക് അത് ഒരിക്കലും അതൊരു എന്താ ഒരു എഫേർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ സാരി ഇഷ്ടപ്പെടും. നമ്മളെ കസ്റ്റമർ ഉണ്ട്, എപ്പോൾ നമ്മൾ പുതിയൊരു സാരി ലോഞ്ച് ചെയ്താലും അപ്പം മേടിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 25-30 സാരിയോളം മേടിച്ച കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് റെഗുലറായിട്ട്. അപ്പം വേറൊരു കസ്റ്റമർ ചേച്ചിയുണ്ട്, നമ്മൾ തിരുവങ്ങാടൊക്കെ ദുബായിലാണ്, പക്ഷെ ആള് നാട്ടിൽ വന്ന് എപ്പോഴൊക്കെ നാട്ടിൽ വരുന്ന നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു 10-15 സാരി എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ സാരി ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദിവസം വന്നു, ഒന്നുമില്ല, നമ്മുടെ മുകളിൽ ഒരു ട്രസ്റ്റ് ആണ് അതൊക്കെ. വന്നു ആ ടേബിൾ മേൽ അവിടെ ഇരുന്നു, ചേട്ടനും ചേട്ടൻ്റെ 2 ഫ്രണ്ട്സുമാരും വന്നു. സാരി അവിടെ കണ്ട് ഏതൊക്കെ സാരി എല്ലാം ഓരോന്നോരോന്ന് എടുത്തു, ഒന്നും നോക്കിയത് പോലുമില്ല. ഒന്നെടുത്ത് എനിക്കൊന്നൊരു 17 സാരീസ് ഇങ്ങനെ എടുത്ത് എല്ലാം ബില്ല് ചെയ്തു. വേറെ ഷോപ്പിൽ നിന്ന് വരുന്നതാണോ, വേറെ ഷോപ്പ് നമ്മുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണോ. അപ്പം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മോളെയും ഭയങ്കര സ്നേഹം എൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു വലിയ എടാ മോനെ ഞാൻ വരുന്നുണ്ടേ, എനിക്ക് കുറച്ച് സാരീസ് ആണ്. ഞാൻ ചേട്ടാ സാരീസോ, ആ മോളെയും കൂട്ടിട്ട് അതും ഞാൻ അന്ന് ലൈവ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ വന്ന് അവിടെ ഇരുന്നു, നിന്റെ ലൈവ് ഒന്ന് കാണട്ടെ അവിടെ ഇരുന്നത്. അവിടെ അടുത്ത് വെച്ച് സാരി അട്ടിക്ക് ഓൾറെഡി ലൈവില് ചെയ്യാം, ഓരോന്ന് സിംഗിൾ സാരി. അതാ പാട്. ഞാൻ ചേട്ടാ നമ്മുടെ സന്തോഷത്തിന് ഒന്ന് കുറച്ച് എല്ലാ സാരി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, ഇത് മതി.
അന്ന് ഒരു 12-13 സാരി എടുത്തിട്ട് പോയിട്ട് ഞാനിനി പോയിട്ട് തിരിച്ചു വന്നിട്ട് വരുമ്പോ കുറച്ചും കൂടി വേറെ ഇങ്ങനത്തെ കസ്റ്റമർ നമ്മളെ പോലത്തെ ആൾക്കാർ രക്ഷപ്പെട്ടു. ഇടയ്ക്ക് ഒരു കംപ്ലൈന്റ്സോ ഒരു ഇഷ്യൂസോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, മെയിൽ കസ്റ്റമേഴ്സ് ഉണ്ടോ? അമ്മമാർക്കും ഗേൾ ഫ്രണ്ട്സിനും ഗിഫ്റ്റ് ഒക്കെ അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരോട് എൻഗേജ് ചെയ്യാനും നല്ല രസം. ചില പിള്ളമാരൊക്കെ ഉണ്ടാവും, ചെറിയ മക്കളൊക്കെ ഈ ജോലിയൊക്കെ ആദ്യമായി കിട്ടിയ അമ്മക്കോ ചേച്ചിക്കോ സാരി മേടിച്ചു കൊടുക്കണം മേടത്തിൽ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഏട്ടാ ചേച്ചിന്ന് വിളിക്കാം, മിറിയ ഹാൻഡ്ലിന്ന് വിളിച്ചു. ഞാൻ മെസ്സേജ് കാണുമല്ലോ, വോയിസ് മെസ്സേജ് അയക്കാം. ചേച്ചി അമ്മയ്ക്ക് ആദ്യമായിട്ട് ഒരു സാരി മേടിച്ചു, ഒന്ന് സജസ്റ്റ് ചെയ്യുമോ? അമ്മ ഇങ്ങനെ വെളുത്തിട്ടാണ്, അമ്മ അമ്മേന്റെ വീറ്റിഷ് കളറാണ്, അമ്മ കുറച്ച് ചബ്ബിയാണ്, അല്ലെ അമ്മ കുറച്ച് മേലി, അങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി ഇങ്ങനെയാണ്, എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും അതിൽ നമുക്ക് ആക്ച്വലി നമ്മള് ദി ബെസ്റ്റ്. അത് ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് സാരി അല്ല, അവരുടെ അഫോർഡബിലിറ്റി നോക്കി കുറച്ച് സജഷൻസ് പറഞ്ഞ് പിന്നെ കാണിച്ചു കൊടുത്ത് അപ്പൊ അവരത് കെട്ടി കൊടുത്തിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് വീണ്ടും ഷെയർ ചെയ്യും റിവ്യൂസ് ആയിട്ട്. കസ്റ്റമേഴ്സും അവരുടെ റിവ്യൂസും തന്നെയല്ലേ ശരിക്കും ഒരു ബ്രാൻഡ് ഗ്രോത്തിന്, അല്ലാതെ വേറെ മോഡൽസ് ഒന്നും ഇല്ലല്ലോ. മെയിൻ മോഡൽ കസ്റ്റമേഴ്സ് ഞാൻ എടുക്കാത്ത സാരി കസ്റ്റമർ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഇട്ട് ഞാനും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാരിയും മെറി എടുത്ത് കാണിക്കില്ലേ? കാരണം എനിക്ക് തോന്നുന്നു ആ സാരി നമ്മൾ ഷെൽഫിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കുന്നില്ല. അത് ഉടുത്ത് നമ്മളിപ്പം ഡിസ്പ്ലേയിൽ കണ്ടിട്ട് ഷോപ്പിൽ പോകുന്ന ആൾക്കാരില്ലേ, നമ്മുടെ ഡിസ്പ്ലേയിലുള്ളതല്ലേ. ഞാൻ ഊരി മേടിച്ചിട്ടുണ്ട് ഒരു പീസ് ഉള്ളതൊക്കെ. അതെ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. ആ സാരി പ്രസന്റ് ചെയ്ത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ആ സാരിയിൽ ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് മേടിക്കുന്നത്. സാരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത. നമ്മള് പാഞ്ചാലിന്റെ ഒരു സാരി എനിക്ക് അയക്കുന്നത്, നെക്സ്റ്റ് ഇന്റർവ്യൂ എടുക്കാൻ പാഞ്ചാലി കൊടുത്തിട്ട് പാഞ്ചാലിന്റെ പ്രൗഢിയോടുകൂടി. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. അപ്പൊ പക്ഷെ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ട്, സാരി കാണുമ്പോ നമുക്കത് ചേരുമെന്ന് മനസ്സിലാവില്ല, ഉടുത്ത് കാണുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലൊരു ഹോപ്പ്, അങ്ങനെ ഏത് സാരി ഞാൻ ഏത് സാരി ഇട്ടാലും അത് അടിപൊളിയായിരിക്കും അതങ്ങ് വിചാരിച്ച. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ആദ്യം തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം, എന്ത് നല്ല ഭക്ഷണം അതാണെങ്കിൽ കൂടി എത്ര തിന്നാൽ നമുക്കത് ഇഷ്ടാവില്ല. പക്ഷേ ഒരു ജസ്റ്റ് ഒരു തൈരും ഒരു കാന്താരി മുളകും ചോറും മാത്രമായിരുന്നു വെച്ചാൽ വാ ഇത് ഞാനിന്ന് പൊളിക്കുന്ന വെച്ച് തിന്നോക്കിയാൽ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അതായിരിക്കും നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ്. അത് നമ്മൾ ആദ്യമേ അങ്ങ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ജഡ്ജ്മെന്റ് ആകുന്നത് കൊണ്ടാണ്. നമ്മളെ മനസ്സാണ് നമ്മളെ മെമ്മറിയിലൂടെ പറയുന്നത്. അപ്പം ഭക്ഷണമായാലും ഫുഡായാലും എന്തായാലും അത് ഞാൻ എടുത്ത് അടിപൊളിയാക്കും എന്നുള്ള കോൺഫിഡൻസോ അല്ലെങ്കിൽ അത് ഇഷ്ടമാണ് എന്നുള്ളത് കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. ഞാൻ എന്ത് കോസ്റ്റ്യൂം ഇടുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഭക്ഷണമായാലും അങ്ങനെയാണ്. ഞാൻ ഇവിടത്തെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണ്? നമ്മള് തലശ്ശേരി വന്നു കഴിഞ്ഞാൽ തലശ്ശേരി ബിരിയാണി, കല്ലുമ്മക്കായി, പിന്നെ അതാണ് കല്ലുമ്മക്കായി എന്ന് പറയുന്നത്. കല്ലുമ്മക്കായി എന്ന് പറയുന്നത് ചോറ് അരച്ചിട്ട് അതിനകത്ത് അരിയൊക്കെ അരച്ച് കല്ലുമ്മക്കായി ഇല്ലേ, കല്ലുമ്മക്കായ അല്ല, അതിങ്ങനെ ഇങ്ങനെ പകുതി പൊളത്തി വെക്കും, ഓപ്പൺ ചെയ്ത് വെക്കും. അതായത് ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കും, ഫുൾ ഇങ്ങനെ വിടർത്തരുത്. രണ്ട് ആക്ച്വലി ഷെല്ലാണ്, ക്ലോസ്ഡ് ഷെല്ലാണ്, അതിനെ മുറിക്കരുത്. ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിൽ അരി ഫില്ല് ചെയ്യുക, എന്നിട്ട് വേവിക്കുക നന്നായിട്ട്. എന്നിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഷെല്ല് മാറ്റി വെക്കുക. അതിന്റെ ഫ്ലഷ് ഈ അരിനോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, മാറ്റിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഈ മുളകിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യില്ല, അതുപോലെ നന്നായിട്ട് പോകുന്നതിന് മുന്നേ തിന്നാണ് കേട്ടോ. ഏതെങ്കിലും ചായക്കടയിൽ ഉണ്ടാവും. പിന്നെ കോഴിക്കാല് സ്നാക്കാണോ അത്? സ്നാക്സ് ടീ സ്നാക്ക് ആണ്. ചേട്ടൻ മഴ വെള്ളം വന്നു തോന്നുന്നു. ഞാൻ ഇവിടുത്തെ നെയ്പ്പത്തില് കഴിച്ചു. അതൊക്കെ നോർമൽ. കോഴിക്കാൽ അറിയോ? ഏതെങ്കിലും ഈവനിങ് ടൈമില് ഏതെങ്കിലും ഒരു ചായപ്പിടിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ചായപ്പിടിയിൽ പോവുക. കോഴിക്കാല് എന്ന് പറയുന്നത് കോഴിയല്ല കേട്ടോ, അത് കിഴങ്ങിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ്. അതെ, കപ്പ. അപ്പൊ അതാണ് കോഴിക്കാല്, ചൂട് പഴംപൊരി, പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞ അരിക്കെടുക്ക, പിന്നെ ഒരുപാട് സ്നാക്സ് ഉണ്ടാവും നമുക്ക്. അളമ്പക്കൊക്കെ തിന്നിട്ടുണ്ടോ? അളമ്പൊക്കെ തിന്നിട്ടില്ല. ഒരു ദിവസം ഇവിടെ നിക്കണം. അല്ല, നമ്മുടെ പുതിയ വീട് എടുക്കുമല്ലേ, അവിടെ ഒരു ദിവസം ഹോം ടൂർ ചെയ്യാൻ. അവിടെ നമ്മള് അടിപൊളി ഫുഡ്, ഫുഡ്, അളമ്പക്ക, കല്ലുമ്മക്കായി,
മുരു പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതൊക്കെ നമ്മളെ അയ്യോ മുരു എന്നൊക്കെ പറയാം. അതൊക്കെ അതായത് തലശ്ശേരിക്കാരുടെ സ്വന്തം അതൊക്കെ. ഇത് തലശ്ശേരി മാത്രം ഇവിടെ കണ്ണൂരല്ല കിട്ടല്ലേ ചേട്ടാ? മുരുക്ക് ഈ ഭാഗത്ത് കൂടുതലാ. തലശ്ശേരി ബിരിയാണി മാത്രം ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇനി അത് കഴിക്കണ്ട, ഇനി ഇനി ഇതൊക്കെ മതി. സ്നാക്ക് ഒക്കെ കഴിക്കുന്നത്. ശരി. ലഗോൺ ബിരിയാണി തിന്നണം. ലഗോൺ ബിരിയാണി അത് വേറെ. പൊരിച്ച ബിരിയാണി തിന്നാൻ പാടില്ല. എനിക്ക് പൊരിച്ച ബിരിയാണി ഇഷ്ടമല്ല. നമ്മൾ ദമ്മിട്ടിട്ട് ഉണ്ടാക്കുന്ന തലശ്ശേരി ബിരിയാണി. ദമ്മിട്ടിട്ട് ഉണ്ടാക്കുന്ന തലശ്ശേരി ദം ബിരിയാണി തന്നെ. കോഴി പൊരിച്ച ബിരിയാണിയിൽ ഇട്ടാൽ അതിന്റെ ടേസ്റ്റ് പോയി അല്ലേ ഏട്ടാ? ഒരു ദിവസം കൂടെ നമുക്ക് ഇവിടെ കൂടുതൽ നിന്നാലോ? ഇതൊക്കെ കഴിച്ചിട്ട് നല്ല കഴിച്ചിട്ട് സമാധാനത്തിൽ കഴിച്ചിട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. സദ്യയോ? നിങ്ങളുടെ സദ്യയും നമ്മുടെ സദ്യയില് മീൻകറിയെല്ലാം ഉണ്ടാവും. മീൻകറി, നമ്മൾ ഓണത്തിന് പോലും മീൻകറിയും ചിക്കൻ പൊരിച്ചത് ഉണ്ടാവും. അല്ലാണ്ട് സദ്യ ആവും. ഓണത്തിന് നമ്മള് തലശ്ശേരി ബിരിയാണി വെക്കുക വീട്ടിലൊക്കെ. കണ്ണൂർക്കാരുടെ ഒരു പിന്നെ എന്റെ വീട്ടില് സദ്യ വെക്കാൻ തുടങ്ങി. ഭയങ്കര ട്രഡീഷണൽ ഒക്കേഷൻ ആയാലും നമുക്ക് ബിരിയാണി മസ്റ്റ് ആണ്. അതിപ്പോ എനിക്ക് പക്ഷെ കുറച്ച് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കർണാടകയിൽ പോയതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ചിന്താഗതികൾ വന്നത്. എന്ത് നമ്മള് പിറന്നാൾ അമ്പലത്തിലൊക്കെ പോയി ഉച്ചക്ക് വന്ന് ബിരിയാണി തിന്നും. അപ്പൊ എനിക്ക് അത് ബ്രേക്ക് ആയത് ഞാൻ കർണാടകയിൽ. എനിക്കൊരു ബ്രാഹ്മിൻ ഫ്രണ്ട് ഉണ്ട്, എന്റെ 4 ഫ്രണ്ടിൽ ഒരാളാണ്. അപ്പൊ അവളാണ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത്. അപ്പൊ അത് ബ്രേക്ക് ആയത് കർണാടക പോയപ്പോ. ഇപ്പൊ ഞാൻ വീട്ടില് പിറന്നാളോ അല്ലെങ്കിൽ ഓണമൊക്കെ വരുമ്പോ ഫുള്ള് സദ്യ മാത്രമേ വെക്കൂ. നമ്മളെ ഹൗസ് വാമിങ്ങിനൊക്കെ ഫുള്ള് വെജിറ്റേറിയൻ സദ്യ. കണ്ണൂരുള്ള ആൾക്കാര് കല്യാണത്തിന് പോകുന്നതിന് മുന്നാടി എന്നാ ബിരിയാണിയാ? ബിരിയാണി ആണെങ്കിൽ പോകും. ബിരിയാണി ഉണ്ടെങ്കിൽ നമ്മള് പോകും. ആടെ ബിരിയാണി ഉണ്ടെങ്കിൽ പോകും. ഇനിയിപ്പോ എന്റെ കസിൻസ് ആയിട്ട് അവരെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോന്നാന്ന് വിചാരിച്ചപ്പോ ഞാൻ ഓൾറെഡി ഏൽപ്പിക്കും, എടാ വരുമ്പോ മംഗല ബിരിയാണി കൊണ്ടുവരണേ. അങ്ങനെ ആക്ച്വലി എന്റെ ഭാഷ ബാംഗ്ലൂരിൽ ഇപ്പം ഞാൻ പറഞ്ഞ 20 വർഷം മാറിപ്പോയിരുന്നു. മിക്സ് ആവില്ല. പിന്നെ മലയാളം അധികം സംസാരിക്കുന്നില്ലല്ലോ. എല്ലാ ജോലിയിലെല്ലാം നോർത്ത് ഇന്ത്യൻസും ഇംഗ്ലീഷും കാര്യങ്ങളല്ലേ. അപ്പൊ നാട്ടിൽ വന്നപ്പോഴേ എന്റെ സ്ലാങ് എനിക്കിപ്പോ ആക്ച്വലി കണ്ണൂർ ഇതൊന്നല്ല കണ്ണൂർ ഭാഷ. നമ്മള് ഈ അണ്ടല്ലൂർ കീഞ്ഞ് പാഞ്ഞ് കയ്യപ്പുറം എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഏറ്റവും ഇഷ്ടം കേട്ടാ. ഞാനിപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ അമ്മമ്മയൊക്കെ പറയുന്ന ഭാഷ കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മേന്റെ ഭാഷ ശരിക്കും മനസ്സിലാവില്ല. ആ ഒരു ഡീപ്പായിട്ടുള്ള നമ്മുടെ തലശ്ശേരി അണ്ടല്ലൂർ ഒരു സ്ലാങ് ഉണ്ട്, ഭയങ്കര രസമാണ് അത്. പക്ഷെ മാഞ്ഞു പോവാ. എല്ലാരും മൈഗ്രേറ്റ് ചെയ്തു, പുറത്തു പോയി, അത് മിക്സ് ആയിട്ട് വരുമല്ലേ എല്ലാം. ഇപ്പം അങ്ങനത്തെ ഭാഷ നമ്മൾ പണ്ടത്തെ ഭാഷ ഇങ്ങനെ പോയിക്കൊണ്ടേ ആ സ്ലാങ് പോവാ. പക്ഷെ അതിനൊരു ഭയങ്കര ഒരു രസമുണ്ട് കേൾക്കാൻ. നമ്മളിപ്പോ ഫിലിമിലൊക്കെ കേൾക്കുമ്പോ നമ്മളെ ഭാഷ. ഈ ചേട്ടന്റെ കാഞ്ഞങ്ങാട് ഭാഷ കംപ്ലീറ്റ്ലി മാറ്റല്ലേ. അയ്യോ അതിനൊക്കെ എന്ത് രസമാണെന്ന് കേൾക്കാൻ. എന്റെ ഒരു ഫ്രണ്ട്, 4 ഫ്രണ്ട് കാസർഗോഡ് എന്നാ. അപ്പൊ ഓള് പറയുന്ന വർത്താനം കേൾക്കുമ്പോ ഞാൻ ഇനി ഏടുന്നാണ് വരുന്നത് എന്നൊക്കെ പറയും. മഹിമാനമ്പിയാരെ പക്ഷെ ഭയങ്കര രസമല്ലേ, വെറൈറ്റി അല്ലേ, ഒരു താളത്തിലാണ്. അത് കാസർഗോഡ് പോകുമ്പം ഉള്ളോട്ട് പോകുമ്പോ പിന്നെയും മാറി കണ്ണൂർ ഈ തലശ്ശേരി ഭാഗത്ത് വേറെ എല്ലാ ഇവിടെ തന്നെ കണ്ണൂരിൽ തന്നെ പല സ്ലാങ്സ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും തലശ്ശേരി ആയതുകൊണ്ട് ഒരേ ഭാഷ. അതെ. മസ്റ്റ് വിസിറ്റ് പ്ലേസസ് കണ്ണൂര്. അങ്ങനെ ഒരു പ്ലേസ് ഇല്ലാന്ന് പറയാറ് കണ്ണൂർക്കാരൻ. അതായത് എനിക്ക് തോന്നുന്നു തലശ്ശേരി കോട്ട, കണ്ണൂർ കോട്ട, പിന്നെ എല്ലാവരും അല്ലാതെ ആക്ച്വലി മിത്തോട് പറഞ്ഞ ടിപ്പു സുൽത്താന്റെ ആണെന്ന്. അല്ല ചേട്ടാ, ടിപ്പു സുൽത്താന്റെ അല്ലേ കോട്ട? കണ്ണൂർ കോട്ടയോ? പക്ഷെ അവിടെ സെന്റ് ആംഗ്ലോ ഫോർട്ട് എന്ന് എഴുതി പിടിച്ചെടുത്തായിരിക്കും. അല്ല അങ്ങനെയാണല്ലോ. നമ്മള് കൂടുതൽ ഷൂട്ട് അവിടെ ചെയ്യാറുണ്ട് കണ്ണൂർ കോട്ട. പിന്നെ ആക്ച്വലി മെയിൻ ആയിട്ട് ആൾക്കാർ ഇവിടെ കണ്ണൂർ വിസിറ്റ് ചെയ്യുന്ന മുഴപ്പിലങ്ങാട് ബീച്ച്, ഡ്രൈവിംഗ്, നമ്മുടെ മുത്തപ്പൻ, പറശ്ശിനിക്കടവ്, അയ്യോ എല്ലാം അവിടെ നിന്ന് ആൾക്കാർ വരുന്ന. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം കണ്ണൂർക്കാരുടെ പ്രിയപ്പെട്ട ദൈവം. അവിടെ പിന്നെ ജാതി മതമൊന്നും ഇല്ലല്ലോ. അവിടെ സ്നേക് പാർക്ക് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മലയില്ലടി, നമ്മളിപ്പം ഇതിന് വിളിച്ച ചേട്ടാ പൈതൽ മല.
അറിയോ? നമ്മൾ പോയിട്ടുണ്ട്, പൈതൽ മലയിൽ പോയിട്ടില്ല. നമ്മള് കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കുറെ സ്ഥലമുണ്ട് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. നമ്മളിപ്പൊ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ച്, മെയിൻ ഫുഡാണ് ബീച്ച് നമ്മുടെ സ്വന്തം ബീച്ച്. അത് ഞാൻ പറഞ്ഞു, ഡ്രൈവിംഗ് ബീച്ച്. നമുക്ക് ഇഷ്ടംപോലെ ബീച്ചില്ലേ, മുഴപ്പിലങ്ങാട് ബീച്ചുണ്ട്, ധർമ്മടം ബീച്ചുണ്ട്, എടക്കാട് ഇവിടെ ബീച്ചുണ്ട്. തൊട്ടടുത്തുള്ള ബീച്ച് ഏതാ? ഇത് മൂന്നും അടുത്ത് തന്നെയാണ്. നമ്മുടെ വീട്ടിന്റെ അടുത്താണ് മുഴപ്പിലങ്ങാട്, ധർമ്മടം, എടക്കാട്. പിന്നെ കുറച്ച് ചാല ബീച്ചുണ്ട്. നമ്മളൊരു ഷൂട്ട് ചെയ്ത ബീച്ചില്ലേ, കുറേ കാറ്റാടി മരങ്ങൾ, ഇങ്ങനെ ഒരു കറുപ്പ് കളർ, മീൻകുന്ന് ബീച്ച്. മീൻകുന്ന് ബീച്ച് കേട്ടിട്ടുണ്ട്? അത് നല്ല അടിപൊളി സ്ഥലമല്ലേ. കുറേ ബീച്ച് ഉണ്ട് നമുക്ക്. കാരണം കണ്ണൂർ എന്ന് പറയുന്നത് നമ്മുടെ തീരദേശ പ്രദേശമാണല്ലോ. ഫുൾ ബീച്ചാണ്, ഡിഫറെന്റ് ബീച്ച് അല്ലേ. മുഴപ്പിലങ്ങാട് ബീച്ച് ഭയങ്കര ഡെവലപ്പായി. ടൂറിസത്തിന് ഏറ്റവും അവിടെ ഡ്രൈവിംഗ് ചെയ്യുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. ചിലർ കൊണ്ടുപോകാറൊക്കെ അറിയാത്ത ആൾക്കാര് അധികം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോ കൊണ്ടുപോകും. ഇപ്പൊ അടുത്തൊരു റീല് വൈറലായില്ലോ, ഒരു ലേഡി വന്നിട്ട് താറ് കൊണ്ട് കൊണ്ടുവരില്ല, താറ് പോയിണ്ടോ അവിടെ ഡ്രൈവ് ചെയ്ത്? പിന്നെ അത് നമ്മള് കളിക്കുന്ന ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട്സ് ഇടുമല്ലോ. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൈഡൽ ലുക്ക് ചെയ്ത ഒരാൾ വേണമെങ്കിൽ മെരിയ. നമ്മളൊരു റീല് ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിച്ചു, ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിക്കും. പക്ഷെ അതൊരു ഭാഗ്യല്ലേ മിത്തുട്ട, ഒരാളെ തന്നെ 10-15 പ്രാവശ്യം കല്യാണം കഴിക്കാം. ഓർമ്മിപ്പിക്കാം, ഞാനാണ് നിങ്ങളെ ഭാര്യ. നമുക്ക് കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു 3-4 ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട്. അവര് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം, ദി ബെസ്റ്റ് ലുക്ക് എങ്ങനെ ചെയ്യാം, അടുത്ത ലുക്ക്, അടുത്ത ഇത് ചെയ്ത് എത്ര ലുക്കാ ക്രിയേറ്റ് ഒരു ടെമ്പിളിന്റെ അടുത്ത് റീസെന്റ് ചെയ്തത് മേൽക്കോട്ടെ. അത് നമ്മള് 7th ആനിവേഴ്സറിക്ക് വേണ്ടി ചെയ്തത്, 7ാമത്തെ വെഡിങ്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ആദ്യം തഞ്ചാവൂർ പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ ഫോട്ടോഷൂട്ട്സ് അലൗഡ് അല്ല. ഇപ്പൊ ഈവൻ ഫോണിൽ പോലും അവര് ഫോട്ടോഗ്രാഫി അലോ ചെയ്യുന്നില്ല, ചെക്ക് ചെയ്യും. അതെ, കാരണം അവര് അതെങ്ങനെ ഓരോരോ സ്ഥലത്തിന്റെ ഒരു സാധനം ആണല്ലേ. പക്ഷെ ഈ മേൽക്കോട്ടയിൽ കുറെ ആൾക്കാർ ചെയ്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പ്ലേസ്, എന്ത് രസാന്ന് കാണാൻ. പിന്നെ ആ കളറും അതാണ് തോന്നുന്നു വെറൈറ്റി. കാരണം അവിടെ ഞാൻ നോക്കിയപ്പോ കുറെ അടിപൊളി ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും ചെയ്തിരിക്കുന്നത് നല്ല വൈബ്രന്റ് ബ്രൈറ്റ് കളേഴ്സാ. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തവർക്ക് അവിടെ തന്നെയുള്ള ആള് വന്നിട്ട് കുറെ ഷൂട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയും എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് അടിപൊളിയാണ്. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോ നമ്മുടെ സ്വന്തം ദീപോട്ടന്റെ കഴിവാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വരുന്നുണ്ടായിരുന്നില്ല ഒരു ഔട്ട്ഡോർ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്. കോഴിക്കോട്ടുള്ള ഒരു ടീം ചെയ്തത്. അത് എനിക്ക് ഭയങ്കര വൺ ഓഫ് ദ ഫേവറേറ്റ്. അത് വൺ ഓഫ് ദ മോസ്റ്റ് വൈറൽ ഷൂട്ടിൽ ഒന്ന്. അതും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും ബ്രൈഡൽ ഷൂട്ട്സ്? അറിയാൻ പറ്റില്ല. 50 കൂടുതൽ ചെയ്തു. 50 ഒന്നുമില്ല. ബ്രൈഡൽ ഷൂട്ട്, കപ്പിൾ ഷൂട്ട് ഒരു 7. കാരണം ഓരോരോ വർഷത്തിലാണ് നമ്മൾ ബ്രൈഡൽ ഷൂട്ട്സ് ചെയ്യുന്നത്. മുന്നേ ഒക്കെ കുറെ ചെയ്യായിരുന്നു. 7 പോരടി, 15. പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇത് 2 ഓർമ്മ വന്നു. നമ്മളൊരു അമ്മേന്റെ വെഡിങ് സാരി ഇട്ടിട്ടൊരു ബ്രൈഡൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജരാജേശ്വര ക്ഷേത്രം. അതും നമ്മളുടെ എനിക്ക് തോന്നുന്നു 6th വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി ആണ് ഒന്നും കൂടെ കല്യാണം കഴിക്കുക. അതിന് മുമ്പ് വേറൊരു വെഡിങ് ചെയ്തായിരുന്നു. എല്ലാ വെഡിങ്ങും നമ്മള് കല്യാണം കഴിക്കാറുണ്ട്. 5th വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മള് ഫുള്ള് മണ്ഡപമൊക്കെ വെച്ച് സ്റ്റേജിൽ നിന്ന് ആരും ഇല്ല, ഫോട്ടോഗ്രാഫറും നമ്മൾ മാത്രം. ശരിക്കുള്ള കല്യാണത്തിനേക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത പോലെ അല്ലേ? അതെ, ആക്ച്വലി അവിടെയുള്ള ആള് വന്നിട്ട് അവര് പേയ്മെന്റ് മേടിച്ചിട്ടല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. സംശയം നമ്മൾ രണ്ടാളും സെറ്റ് പോയിട്ട് കല്യാണം കഴിക്കണം. ശരിക്കും കല്യാണം കഴിക്കുന്നതാണോ? ഇവരെന്താ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്? അവസാനം നമ്മള് മോന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി കല്യാണം കഴിച്ച് പാവ ഇട്ട് പറഞ്ഞു. എന്റെ വീട്ടിൽ വെച്ചായിരുന്നോ? അന്നത്തെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ ആനിവേഴ്സറിക്കും ആ ഫോട്ടോ വീണ്ടും ഞാൻ ശരിക്കും ഇതാണ് 7 years കല്യാണമൊക്കെ ഭയങ്കര 7 years ആയി. ആ കല്യാണം വളരെ എന്താണ് പറയുന്നത്, ജാതകം, നമ്മുടെ ജാതകത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
അപ്പം മുഹൂർത്തത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മുഹൂർത്തം തെറ്റിട്ടാ താലി കിട്ടിയത്. ആണോ? അതായിരുന്നു നല്ല മുഹൂർത്തം. തെറ്റിക്കെട്ടതാണ് എനിക്ക് തോന്നുന്നു. തെറ്റിക്കെട്ടതായിരുന്നു ബെസ്റ്റ് മുഹൂർത്തം. കാരണം ആ പറഞ്ഞ മുഹൂർത്തമല്ല, പറഞ്ഞ മുഹൂർത്തം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളെ വീട് അടുത്തടുത്തല്ലേ. അടുത്തടുത്തല്ലേ, അടുത്തായതുകൊണ്ട് നടന്നിട്ട് പോവാലോ. എന്റെ വീട്ടിലെ ആൾക്കാർ അനുഗ്രഹിച്ച് തീരാണ്ടായി. ഓ, അനുഗ്രഹിച്ച് സമയം മറന്നുപോയി. അപ്പൊ ലേറ്റ് ആയി വീട്ടിലെത്താൻ. ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി അവസാനം ഓടി ഇവിടെ വീട്ടിലെത്തി. തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ഫാമിലി ഒറ്റൊരാള് വീട്ടിലെത്തിയിട്ടില്ല. എല്ലാരും നടന്നു വരുന്നില്ല. അവര് വരുമ്പോഴത്തേക്ക് മുഹൂർത്തം കഴിഞ്ഞ് കെട്ട്. ഇവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ദേഷ്യം പിടിച്ച് നിൽക്കുക. അവസാനം ഞാൻ താലി കെട്ടി എല്ലാരും കൈ അടിക്കുമ്പോൾ എന്റെ ബാക്കി ചേച്ചിയും കസിനൊക്കെ കഴിച്ചോ ഞാൻ വീഡിയോയിൽ കണ്ടോന്ന്. ആ ഫോട്ടോ പോലും ഇറങ്ങിയിട്ടില്ല. അന്ന് ടിക്ടോക്ക് ഉണ്ടോ? അന്ന് ഉണ്ട്. അന്ന് മ്യൂസിക്കലി ആയിരുന്നു. പക്ഷെ ടിക്ടോക്ക് ഇങ്ങനെ വിടർന്നു വരുന്നു. മ്യൂസിക്കലി മാറിയിട്ടല്ലേ ടിക്ടോക്ക് ആയി. മ്യൂസിക്കലി കഴിഞ്ഞിട്ട് പിന്നെ ടിക്ടോക്ക്. കല്യാണം കഴിഞ്ഞ പോലെ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉടനടി സ്റ്റാർട്ട് ചെയ്തു. ഉടനല്ല, ഒരു ആദ്യമൊക്കെ മിത്തുമായിട്ട് സിംഗിൾ ആയിട്ട് തന്നെയായിരുന്നു ചെയ്യല്. പിന്നെ നമ്മൾ ഏതോ ഒരു വീഡിയോ കപ്പിളായിട്ട് റൊമാൻറ്റിക് വീഡിയോ ചെയ്തപ്പോ അത് നല്ല വൈറലായി. ഇത് കപ്പിൾ ടാറ്റോ വീഡിയോ നമ്മൾ 45 മില്യൺ വ്യൂസ് പോയ വീഡിയോ ആ സമയത്ത് ടിക്ടോക്കില്. അങ്ങനെയാണ് നമ്മള് വൈറലായി. അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു കപ്പിൾ. പിന്നെ മനസ്സിലായി, ഒരു പൾസ് മനസ്സിലായി. അങ്ങനെ ഒരു വർക്കിംഗ് ആണ്. അതെ. അപ്പൊ വർക്കിന്റെ ഇടയിലുള്ള വീട്ടില് വന്ന് രാത്രി 1 മണിക്കൊക്കെയാ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ എത്ര വീഡിയോ ഇടുമായിരുന്നു ആഴ്ചയില്? അതും മിത്തുമായിട്ടും ഡെയിലി ഓരോ വീഡിയോ. മിനിമം ഒരു 6, മാക്സിമം ഒരു 6. ഇൻസ്റ്റഗ്രാമിലേക്ക് മാറിയിട്ട് ടിക്ടോക്ക് ബാൻ ആയിരുന്നു അന്ന് തന്നെ. പിന്നെ അതൊക്കെ പ്ലാനിങ് ഇമ്മീഡിയറ്റ് ആയിരിക്കണ്ടേ. എന്തോ ഒരു ആവേശമായിരുന്നു. അതൊക്കെ വലിയ വിറ്റാക്കണോ? നമ്മള് ടിക്ടോക്കില് 1 മില്യൺ അടിച്ച് ആ ദിവസം സെലിബ്രേറ്റ് ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ന്യൂസ് വരുന്നത് ടിക്ടോക്ക് ഇന്ത്യയില് ബാനാണ്. അപ്പൊ തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങി. ഇൻസ്റ്റഗ്രാമിൽ ആ ഫോളോവേഴ്സ് മൊത്തം കിട്ടിയോ? ഇൻസ്റ്റഗ്രാം ഇപ്പം 2 years ആയിട്ടാ. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കയറാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ തന്നെ യൂട്യൂബ് തുടങ്ങിയോ? ഇല്ല, യൂട്യൂബ് നാട്ടിൽ വന്നതിന് ശേഷം. ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ നിർത്തി ഫ്രീ ആയപ്പോ. പക്ഷെ ആ ഡിസിഷൻ ഭയങ്കര ടഫ് ആയിരുന്നില്ലേ, ജോലി നിർത്തി ഇതിലേക്ക് വരാൻ? വിത്തോട്ട് വളരെ ഈസി ആയിരുന്നു. ബേസിക്കലി മിറി ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകണം, കൊറോണ പിടിച്ച് ഇവിടുന്ന് ചത്താൽ നമ്മളെ ബോഡി പോലും കൊണ്ടുപോയില്ല. പോലും ആരുണ്ടാവില്ല. മിത്തോട്ട നാട്ടിൽ നമ്മളെ നാട്ടിൽ ആൾക്കാർ ഓടി നടന്ന് എല്ലാരും ഹെൽപ്പ് ചെയ്യും. ബാംഗ്ലൂരൊന്നും തിരിഞ്ഞു നോക്കില്ല. അതെ. അപ്പോ ഞാനിങ്ങനെ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്, ബോഡി ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല, ഫാമിലിക്ക് പോലും കാണാൻ പറ്റില്ല, ഇവിടെ നിന്ന് തന്നെ ചെയ്തു എന്നൊക്കെ. അപ്പൊ ഞാൻ മിത്തോട്ടോ എന്തായാലും എനിക്ക് നാട്ടിൽ പോകണേ, എനിക്ക് എന്നെ എല്ലാരും കണ്ടിട്ട് ചത്താ മതി. ഇല്ല, കാരണം എന്റെ ജോലി നഷ്ടമാണെന്ന് എനിക്കറിയാം നാട്ടിൽ പോയി കഴിഞ്ഞാല്. ഇല്ല, ഞാൻ ബിസിനസ് അല്ലേ, ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. അപ്പം എനിക്ക് എപ്പോഴും ഈ നമ്പേഴ്സ് കൊണ്ടുള്ള കളിയാ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയാൽ വർക്ക് ഫ്രം കിട്ടും, പക്ഷെ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരണ്ടേ. അപ്പം പറ്റില്ല. പിന്നെ ഇവളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓക്കെ ലെറ്റ് ഗോ എന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് റെന്റഡ് ഹൗസ് ആണ്, നല്ല ഹെവി റെന്റാണ് ഇവിടെ. എന്താണ് പോഷ് ഏരിയയും കൂടെ. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ റെന്റ് കൊടുക്കണം. നമ്മളൊരു ഓൾമോസ്റ്റ് 6 monthsോളം, മോർ ദാൻ 6 months നമ്മൾ വെറുതെ അവിടെ റെന്റ് പേ ചെയ്തു. കാരണം എനിക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു 7 months 8 months ഒക്കെ കഴിഞ്ഞപ്പം വെറുതെ റെന്റ് കൊടുക്കണ്ടല്ലോ, ഇനി വൺസ് തിരിച്ചു പോവാണെങ്കിൽ അന്നേരം നമുക്ക് പുതിയ വീട് എടുക്കാന്നുള്ള മൈൻഡിൽ നമ്മളത് മൊത്തം വെക്കേറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു. മിത്തോട്ടും ജോബ് നിർത്തി, പക്ഷെ എനിക്ക് അപ്പോഴും വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു. നിർത്തിയത് മില്യോന് 3 മാസം മെറ്റേണിറ്റി എടുത്തിട്ടാണ്. 6 മാസം മെറ്റേണിറ്റി എടുത്ത് 6 മാസം പിന്നെയും ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ നിർത്തുന്നത്. തോന്നാറുണ്ടോ ചെയ്യാമെന്ന്? എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ മിത്തോട്ടും വിടില്ല. അങ്ങനെ പറയരുത്. മെറീന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനം തന്നെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്, പോയി സാരി ഇട്ടിട്ടോ. അങ്ങനെ ഞാൻ പറയാം, അങ്ങനെ ഒന്നും പറയില്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. ഞാൻ എപ്പോ റിക്വസ്റ്റ് മാത്രമേ ഓർഡർ ചെയ്യാൻ സാരി ഇട്ടിട്ടോ, പ്രൊമോട്ട് ചെയ്തിട്ടില്ലല്ലോ. അവിടെ നിന്ന് വരും.
അവിടുന്ന് പല എക്സ്പ്രഷൻസ് വരും. പേടിപ്പിക്കും. അത് നമ്മള് കാണാത്ത ആമേനെ പോലെയാ. എന്തെങ്കിലും വരും അപ്പോൾ എല്ലാം തലയുള്ളിലൊക്കെ തോട് കവർ ചെയ്ത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. അതേപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും നിങ്ങളുടെ ചാനലും നിങ്ങൾ മൂന്നാർക്കും എല്ലാവർക്കും അടിപൊളി ഒരു ഇയർ ആവട്ടെ 2026. നിങ്ങളുടെ എല്ലാ ഡ്രീം കം ട്രൂ മൊമെന്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ്. താങ്ക് യു സോ മച്ച്.